Dear students, today I want to discuss Kerala Engineering previous year questions. Motion in a straight line എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ മിനിമം 2 ക്വസ്റ്റ്യൻസ് വരെ നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സോ വി കൻ ഗോ വിത്ത് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. A particle is moved in a semicircular path of a radius r. Then, the first choice, its average velocity is 0. ഇപ്പോൾ സെമി സർക്കുലാർ പാത്ത് എന്ന് പറയുമ്പോൾ ഒരു സർക്കുലാർ പാത്തിൻ്റെ പകുതി മൂവ് ചെയ്തു എന്നാണ് പറയുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ഇറ്റ്സ് ആവറേജ് വെലോസിറ്റി? ഇപ്പോൾ സാധാരണ നമുക്കറിയാം ആവറേജ് വെലോസിറ്റി എന്ന് പറയുമ്പോൾ ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ ദ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവിഷൻ ബൈ ടൈം ഇൻ്റർവൽ അല്ലേ. അപ്പോൾ ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് വിനോ ഇനിഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷൻ എടുക്കുമ്പോൾ ഫൈനൽ മൈനസ് ഇനിഷ്യൽ പൊസിഷൻ എടുക്കുമ്പോൾ അത് ഡയമീറ്റർ അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഡയമീറ്റർ ബൈ ദ ടൈം ഇൻ്റർവൽ വരുമ്പോൾ അതൊരിക്കലും സീറോ ആകത്തില്ല. അതേപോലെ തന്നെ ആവറേജ് ആക്സിലറേഷനും സീറോ ആകില്ല. ദെൻ ദ സി ചോയ്സ് ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് 2r. സോ നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. സോ വി ക്യാൻ ടേക്ക് സി എസ് ദി ആൻസർ ഫോർ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ പറയുന്ന അടുത്ത ചോയ്സ് എന്ന് പറയുന്നത് ദി ആവറേജ് വെലോസിറ്റി ആൻഡ് ആവറേജ് സ്പീഡ്. നമുക്ക് ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമായിട്ട് നമ്മൾ പറയുമ്പോൾ ആവറേജ് സ്പീഡ് എന്ന് പറയുമ്പോൾ അവൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഡിവിഷൻ ബൈ ടൈം ഇൻ്റർവലാണ്. അപ്പോൾ അവിടുത്തെ ഡിസ്റ്റൻസ് ട്രാവൽ എന്ന് പറയുമ്പോൾ പാത്ത് ലെങ്ത് എന്ന് പറയുന്നത് അതിൻ്റെ സർക്കംഫറൻസിലൂടെയുള്ള അതിൻ്റെ മൂവ്മെൻ്റ് എടുക്കുമ്പോൾ അത് πr ആണെന്ന് നമുക്കറിയാം. സോ πr ബൈ ടി ആണ് അവിടുത്തെ ആവറേജ് സ്പീഡ്. ദെയർഫോർ ഡി ചോയ്സ് ആൻസർ അല്ല. ഇറ്റ്സ് എ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് അല്ല എന്ന് നമ്മൾ തെളിയിച്ചു. സോ സി എസ് ദി ആൻസർ ഫോർ ദ ക്വസ്റ്റ്യൻ. നമ്പർ 2, an object is thrown vertically with a velocity u. The velocity with which it strikes the ground on its return is. അപ്പോൾ ഇവിടെ നിന്ന് നമ്മളൊരു ഓബ്ജക്റ്റിനെ മുകളിലോട്ട് നമ്മൾ എറിഞ്ഞാൽ നമുക്കറിയാം അതേ പാത്തിലൂടെ അവൻ തിരിച്ചു വരും എന്ന് നമുക്കറിയാം. അപ്പോൾ അതേ പാത്തിലൂടെ തിരിച്ചു വരുമ്പോൾ മേപ്പോട്ടുള്ളതിന് +u ആണെങ്കിൽ വന്ന് വീഴുന്ന വെലോസിറ്റി ഡയറക്ഷൻ എടുക്കുമ്പോൾ അത് താഴോട്ടാണെന്ന് നമുക്കറിയാം. സോ ഉറപ്പിച്ചു സി എസ് ദി ആൻസർ ഫോർ ദ ക്വസ്റ്റ്യൻ. പക്ഷേ വന്ന് വീഴുന്ന മാഗ്നിറ്റ്യൂഡ് മറ്റ് എയർ റെസിസ്റ്റൻസ് ഒക്കെ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും മാഗ്നിറ്റ്യൂഡ് സെയിം എന്ന് പറയാം, പക്ഷേ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യുന്നു എന്നുള്ള കാര്യം ഓർക്കുക. സോ വി ക്യാൻ മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ തേർഡ് വൺ. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡീസലറേഷൻ റിക്വയർഡ് ഫോർ എ ബോഡി മൂവിങ് അറ്റ് എ സ്പീഡ്. അപ്പോൾ ഇപ്പോൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്പീഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗിവൻ ആസ് ഇസ് ഈക്വൽ ടു 10 meter per second ആൻഡ് it to come to complete halt at a distance of 100 meter. ഇപ്പോൾ റെസ്റ്റിലേക്ക് വരികയാണ്. അപ്പോൾ നമുക്ക് പറയാം ദ ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ആക്സിലറേഷൻ നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നമുക്ക് 1 dimensional റിലേഷൻ നമ്മൾ ഉപയോഗിച്ചാൽ v² is equal to u² plus 2a into s. ദ ഫൈനൽ വെലോസിറ്റി ഹിയർ 0 ആണ്. യു എന്ന് പറയുന്നത് ഇനിഷ്യൽ വെലോസിറ്റി. ഡീസലറേഷനെ കുറിച്ചാണ് നമുക്ക് സംസാരിക്കേണ്ടത്. സോ +2 into a ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എസ് ഈസ് ഗിവൺ ആസ് 100. അപ്പോൾ നമുക്കിതിനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുത്താൽ 2a 100 എന്ന് പറയുന്നത് എസ് 100 ആക്കി കിട്ടി 10². അപ്പോൾ ആക്സിലറേഷൻ അപ്പം നമ്മൾ ഇത് ലെഫ്റ്റിലേക്ക് വരുമ്പോൾ ഒരു മൈനസ് സൈൻ നമുക്ക് കിട്ടുമെന്ന് നമുക്കറിയാം. So minus 100 division by 2 into 100. 100 cancel ആയിട്ട് പോയി.
സോ 1/2 1/2 എന്ന് പറയുമ്പോൾ നമുക്ക് 0.5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ ഇവിടെ ഡീസലറേഷൻ ആയതുകൊണ്ടാണ് അവിടുത്തെ നെഗറ്റീവ് സൈൻ വന്നതെന്ന് ഓർക്കുക. സോ വി ക്യാൻ സേ ഡി എസ് ദി ആൻസർ. സോ വി ക്യാൻ മൂവ് വിത്ത് ദ നെക്സ്റ്റ് വൺ ഫോർ ദ ഫോർത്ത് ക്വസ്റ്റ്യൻ. The following plot gives the variation of acceleration with time for an object that is started from rest at t is equal to 0. The velocity at t time 15 second ആകുന്നതിനെ v15 എന്നും ആൻഡ് അറ്റ് 25 സെക്കൻഡ് v25 റെസ്പെക്റ്റീവ്ലി ആണ്. അപ്പോൾ നമുക്ക് 15 സെക്കൻഡിലുള്ള വെലോസിറ്റിയും 15 സെക്കൻഡ്സ് എന്ന് പറയുമ്പോൾ ദിസ് പോയിന്റിലെ വെലോസിറ്റി കണ്ടുപിടിക്കണം. ആൻഡ് ഓൾസോ 25 സെക്കൻഡിലെ വെലോസിറ്റിയെ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ അവിടെ നമുക്ക് എന്ത് മാർഗമാണ് ഉപയോഗിക്കാൻ പറ്റുന്നത്? അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത് ആക്സിലറേഷൻ ടൈം ഗ്രാഫാണ്. നമ്മളൊരു ഗ്രാഫ് കിട്ടുന്ന സമയത്ത്, പ്രത്യേകിച്ച് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈനിൽ, വി ഹാവ് ടു മൂവ് വിത്ത് ദ ടു കൺസെപ്റ്റ്. ഒന്നുകിൽ അതിൻ്റെ സ്ലോപ്പ് നമ്മൾ കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ ഏരിയ നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ ഏരിയ എടുക്കുമ്പോൾ നമുക്കറിയാം വൈ ആക്സിസിൽ ആക്സിലറേഷൻ ആണ്, എക്സ് ആക്സിസിൽ ടൈമാണ്. അപ്പോൾ ആക്സിലറേഷൻ ഇൻറ്റു ടൈം എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ചേഞ്ച് ഇൻ വെലോസിറ്റി ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ഒരു ഗ്രാഫിൻ്റെ 3 പ്രധാനപ്പെട്ട റീജിയനുകളായിട്ട് തിരിക്കാം. നമുക്ക് ദ ഫസ്റ്റ് റീജിയനായിട്ട് ദിസ് വൺ, സെക്കൻഡ് റീജിയൻ ആൻഡ് തേർഡ് റീജിയൻ. അപ്പോൾ നമുക്ക് ഇവിടെ അറിയാം 0 മുതൽ 10 വരെയുള്ള സമയത്ത് നമുക്കറിയാം ദാറ്റ് ആക്സിലറേഷൻ ഈസ് ഗോസ് ഓൺ ഇൻക്രീസിങ്, ദെൻ ആക്സിലറേഷൻ കോൺസ്റ്റൻ്റ് ആകുന്നു, ദെൻ ഡിക്രീസ് ചെയ്യുന്നു. ഇങ്ങനെയാണ് നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ഫസ്റ്റ് കേസിൽ നമുക്ക് സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ, ഇപ്പോൾ സ്ലോപ്പ് എന്ന് പറയുമ്പോൾ ഓർക്കേണ്ട ഒരു ഏരിയ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ചേഞ്ച് ഇൻ വെലോസിറ്റിയാണ് കിട്ടുന്നത് അല്ലേ. സോ ഏരിയ എന്ന് പറയുന്നത് ഹിയർ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു ദ ചേഞ്ച് ഇൻ വെലോസിറ്റി. അപ്പോൾ ആ ചേഞ്ച് ഇൻ വെലോസിറ്റിയെ കുറിച്ച് ഇപ്പോൾ നമുക്കറിയാം, ഫസ്റ്റ് കേസിൽ എടുക്കുമ്പോൾ അവിടുത്തെ ഏരിയ എന്ന് പറയുമ്പോൾ ട്രയാങ്കിളാണ്. സോ 10 സെക്കൻഡിലുള്ള വെലോസിറ്റി അല്ലേ, നമുക്കത് ഫൈനലാണ്. സോ ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി, 0യിലുള്ള വെലോസിറ്റി, ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ റെസ്റ്റിലെന്നാണ് തുടങ്ങിയെന്ന് പറയുന്നു. അപ്പോൾ നമുക്കത് v0 0 ആയിട്ട് കൊടുക്കേണ്ടി വരും. ഹാഫ് ഇൻറ്റു ബേസ് എന്ന് പറയുമ്പോൾ ടൈമാണ്, 0 മുതൽ 10 സെക്കൻഡ് വരെ. അപ്പോൾ 10 ഇൻറ്റു ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ആക്സിലറേഷൻ്റെ വാല്യൂ അവിടെ 10 ആയിട്ടാണ് വരുന്നത്. സോ ഹാഫ് ഇൻറ്റു 10 ഇൻറ്റു 10, സോ വി ഗെറ്റ് ദ വാല്യൂ as 50 എന്ന് പറയുമ്പോൾ നമുക്ക് ഉറപ്പിച്ച് v0 0 ആണ്. സോ v10 എന്ന് പറയുന്നത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു, ഇറ്റ് ഈസ് ദാറ്റ് മച്ച് മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അടുത്ത ഏരിയ നമുക്ക് കണ്ടുപിടിച്ചാൽ അവിടെ ഒരു റെക്റ്റാങ്കുലർ കൺസെപ്റ്റാണ് അല്ലേ. അപ്പോൾ അത് ഏതൊക്കെ സമയത്തിനുള്ള വെലോസിറ്റിയാണ് നമുക്ക് കിട്ടുക? 15 സെക്കൻഡ്സും 10ഉം തമ്മിലുള്ള വ്യത്യാസമാണ് അല്ലേ. സോ ദ വെലോസിറ്റി അറ്റ് 15 മൈനസ് വെലോസിറ്റി അറ്റ് 10 എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ ആണ്. എന്താണ് ഏരിയ? ദാറ്റ് ഈസ് ഈക്വൽ ടു, റെക്റ്റാങ്കിൾ വരുമ്പോൾ നമുക്കറിയാം ടൈം ഡിഫറൻസ് എന്ന് പറയുന്നത് 5 ആണ്, ഇൻറ്റു ദ ആക്സിലറേഷൻ ആസ് 10 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 50. അപ്പോൾ നമുക്ക് വേണ്ടത് വെലോസിറ്റി അറ്റ് ദ 15, അതാണ് ക്വസ്റ്റ്യനിലെ ഒരു പ്രധാനപ്പെട്ട ഹാഫ് പാർട്ട് എന്ന് പറയാം. സോ നമുക്കത് 50 പ്ലസ് വെലോസിറ്റി ഓഫ് ദ 10 ആയിട്ട് നമുക്ക് എഴുതാം. എന്താണ് വെലോസിറ്റി ഓഫ് ദ 10 എന്ന് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ. സോ 50 പ്ലസ് 50, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 100 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ നമുക്ക് മനോഹരമായിട്ട് വെലോസിറ്റി അറ്റ് ദ 15 നമുക്ക് കിട്ടിക്കഴിഞ്ഞു, ദാറ്റ് ഈസ് ഈക്വൽ ടു 100 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഇനി അടുത്ത കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഹാവ് ടു ഫൈൻഡ് ദ വെലോസിറ്റി അറ്റ് 25. വീണ്ടും നമുക്ക് ചേഞ്ച് ഇൻ വെലോസിറ്റിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ വെലോസിറ്റി അറ്റ് 25 സെക്കൻഡ് മൈനസ് വെലോസിറ്റി അറ്റ് 15 എന്ന് പറയുന്നത് ആ ട്രയാങ്കിളിൻ്റെ, മൂന്നാമത്തെ ട്രയാങ്കിളിൻ്റെ ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് എത്രയാണ്? 25 മൈനസ് 15, സോ വി ഗെറ്റ് അസ് 10 ഇൻറ്റു ആൾട്ടിറ്റ്യൂഡ് ഓൾറെഡി നമുക്കറിയാം ഇറ്റ് ഈസ് 10. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു അഗൈൻ 50 ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വെലോസിറ്റി അറ്റ് 25 ആണ്. സോ അറ്റ് 15 പ്ലസ് 50 ആണ്.
അറ്റ് 15 സെക്കൻഡ്സ് വരുമ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ടത് 100 എന്ന്. സോ വി ഗെറ്റ് ദ വാല്യൂ ആസ് 150 മീറ്റർ പെർ സെക്കൻഡ്. സോ ദിസ് ഈസ് ദ മെത്തഡ്. സോ നമുക്കത് ബേസ് ചെയ്തിട്ട് നമുക്ക് സെക്കൻഡ് ചോയ്സ് നമുക്ക് ആൻസറിലേക്ക് എന്ന് പറയാം. സോ വി ക്യാൻ മൂവ് വിത്ത് ദ നെക്സ്റ്റ് വൺ. നമ്പർ 5th one. The variation of speed in meter per second of an object with time is given by the expression. So നമുക്ക് തന്നിരിക്കുന്ന എക്സ്പ്രഷൻ എന്ന് പറയുന്നത് vt equal to v0 minus 5t plus 5t square. അല്ല ചോയ്സസ് നോക്കിയേ. ആദ്യ രണ്ടെണ്ണം അറ്റ് ടൈം t equal to 0 the instantaneous acceleration is 0. There is a deceleration of the object. അപ്പോൾ ആക്സിലറേഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. വെലോസിറ്റി ആണ് നമുക്ക് തന്നിരിക്കുക. നമുക്ക് ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ നമുക്കറിയാം അവനെ ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതിയാവും അല്ലേ. v0 കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അത് 0 ആയി മാറും. ടൈമാണ് വരുന്നത്. സോ -5 വരും പ്ലസ് 10 ആയിട്ട് മാറുകയാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് വെൻ ടൈം t equal to 0. അപ്പം സമയം 0 ആകുമ്പോൾ ആക്സിലറേഷൻ അപ്പോൾ എങ്ങനെ എഴുതാം? -5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് വ്യക്തതയോടെ പറയാം ആദ്യത്തെ രണ്ട് ചോയ്സ്. ആദ്യത്തെ ചോയ്സ് എന്താണ് പറയുന്നത്? 0 ആണെന്നാണ്. അല്ല, തെറ്റാണ്. ദർ ഇസ് എ ഡീസലറേഷൻ ഓഫ് എസ്, ദർ ഇസ് എ നെഗറ്റീവ് സൈൻ. അപ്പോൾ നമുക്ക് ബി ആണ് ആൻസർ എന്ന് നമുക്ക് ഉറപ്പിക്കാം. അടുത്ത് പറയുന്നത് കൂടെ നമുക്ക് നോക്കിയാൽ അറ്റ് ടൈം t equal to 1 second ദ ഓബ്ജക്റ്റ് ഈസ് അറ്റ് റെസ്റ്റ്. ഇവിടെ നോക്കി ഈ വെലോസിറ്റി റിലേഷനിലേക്ക് ടൈം എന്ന് പറയുന്നത് നമ്മൾ 0 ആക്കി കൊടുത്തു കഴിഞ്ഞാൽ 1 ആക്കി കൊടുത്താൽ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. സോ vt equal to നമുക്കറിയാം v0 എന്ന് കിട്ടും. അപ്പോൾ അവനൊരു ഇനിഷ്യൽ വെലോസിറ്റി ഉണ്ട് എന്നാണ് നമുക്ക് പറയാം. എന്ന് വെച്ചാൽ ദാറ്റ് വെലോസിറ്റി വാല്യൂ ഈസ് കണ്ടിന്യൂയിങ്. അപ്പോൾ ഓബ്ജക്റ്റ് റെസ്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അറ്റ് t equal to 1 second ഇറ്റ്സ് ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിലറേഷൻ ഈസ് 0. അപ്പോൾ നമ്മൾ ആക്സിലറേഷൻ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് a ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു -5 പ്ലസ് 10t എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ അവിടെ പറയുന്നത് ടൈം 1 സെക്കൻഡ് ആക്കി മാറ്റാനാണ്. അപ്പോൾ നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ -5 പ്ലസ് 10 ആയി മാറുകയാണ്. സോ പ്ലസ് 5 ആയിട്ട് കിട്ടുകയാണ്. അപ്പോൾ അത് ആക്സിലറേഷൻ 0 അല്ല. അപ്പോൾ നമുക്ക് ഡി ചോയ്സ് തെറ്റാണ്. ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ഓബ്ജക്റ്റ് അറ്റ് ടൈം t equal to 1 second ഈസ്. എങ്ങനെയാണ് ഡിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കുക? അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് നമ്മുടെ വെലോസിറ്റിയാണ് നമുക്ക് തന്നിരിക്കുക. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ട മെത്തേഡ് മാത്രം ഒന്ന് ഓർമ്മയിരിക്കട്ടെ. വെലോസിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം എന്ന് നമുക്ക് എഴുതിക്കൂടെ. സോ ഈക്വൽ ടു v0 -5t പ്ലസ് 5t സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡി എസിന് ഇങ്ങനെ ഒരു റിലേഷൻ എഴുതാമല്ലോ. സോ ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് വി ഗെറ്റ് ദ വാല്യൂ ഓഫ് എസ്, ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഫോർ ദ ടൈം ഇൻ്റർവൽ ഫ്രം 0 to t ഈസിയോടെ നമുക്ക് കിട്ടും. അപ്പം ഈ ഒരു മെത്തേഡ് വെച്ച് നമുക്ക് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തത് നമുക്ക് കണ്ടുപിടിക്കാം. സോ ഹിയർ ബി എസ് ദി ആൻസർ ഫോർ ദ ക്വസ്റ്റ്യൻ. Number 6. The one-dimensional motion of a point particle is shown in figure. Select the correct statement. അപ്പോൾ ആദ്യം നമ്മളുടെ ചോയ്സ് പറഞ്ഞിരിക്കുന്നത് ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ പാർട്ടിക്കിൾ ഈസ് 0. എങ്ങനെയാണ് ഡിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിക്കുക? അടുത്തത് ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഏരിയോ സ്ലോപ്പ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് സ്പീഡ് ഇൻറ്റു ടൈം എടുക്കുമ്പോൾ ഡിസ്റ്റൻസിൻ്റെ ഡയമെൻഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ഏരിയ എടുക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ രണ്ട് ഏരിയ ഉണ്ട് അല്ലേ. പ്ലസ് ഏരിയ ഉണ്ട്, മൈനസ് ഏരിയ ഉണ്ട്. അപ്പോൾ എ പ്ലസ് ഏരിയ നമുക്കൊന്ന് കണ്ടുപിടിച്ചേക്കാം. അപ്പോൾ ഹാഫ് ഇൻറ്റു ദാറ്റ് ബേസ് എത്രയാണ്? 0 മുതൽ 10 വരെ. ദാറ്റ് മച്ച് ഇൻറ്റു ഓൾട്ടിറ്റ്യൂഡ് എത്രയാണ്? 10 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയും നമുക്ക് കിട്ടി? ഏരിയ പ്ലസ് എന്നാണ് പറയുക അല്ലേ. സോ നമുക്ക് +50 എന്നാണ് കിട്ടിയിരിക്കുക മീറ്റേഴ്സ്. അപ്പോൾ അതേപോലെ നമുക്ക് എ മൈനസ് ദാറ്റ് ഈസ് ഈക്വൽ ടു, അപ്പോൾ അവിടെ വീണ്ടും നമുക്കൊരു ട്രയാങ്കിൾ ആണ്. ഹാഫ് ഇൻറ്റു എത്രയാണ് ബേസ് ആയിട്ട് നമുക്ക് വന്നിരിക്കുന്നത്? 10 to 20 ആണ് അല്ലേ. സോ ഇറ്റ് ഈസ്
20 minus 10 again 10 ആണ്, altitude 10 ആണ്, so that is equal to again 50 ആണ്. പക്ഷേ മൈനസ് സൈനാണ്, ഓർക്കുക. അപ്പോൾ ഇത് രണ്ടും കൂടെ ടോട്ടലായിട്ട് നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ സൈൻ കൺസിഡർ ചെയ്യാൻ പാടില്ലല്ലോ. അപ്പോൾ 50 പ്ലസ് 50 എന്ന് പറയുമ്പോൾ 100 മീറ്റർ അല്ലേ കിട്ടുക. പക്ഷെ അവിടെ 0 അല്ലേ കൊടുത്തിരിക്കുക, എ ചോയ്സ് ആണ്. വാട്ട് അബൌട്ട് ദ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ പാർട്ടിക്കിൾ? ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് സൈൻ ഉൾപ്പെടെയല്ലേ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റൂ. അങ്ങനെ വരുമ്പോൾ അത് +50 -50, സോ യു ഗെറ്റ് ദ വാല്യൂ 0. സോ നമുക്ക് ബി ആണ് ആൻസർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക. അപ്പോൾ അടുത്തത് ദ മാക്സിമം ആക്സിലറേഷൻ ഓഫ് ദ ആക്സിലറേഷൻ എങ്ങനെയാണ് നമുക്ക് സ്പീഡ് ടൈം ഗ്രാഫിലെന്ന് നമുക്ക് കണ്ടുപിടിക്കുക. സോ അങ്ങനെ ഒരു കൺസെപ്റ്റ് വരുന്ന സമയത്ത് അതിൻ്റെ സ്ലോപ്പ് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഓരോ റീജിയണിലെയും ആക്സിലറേഷൻ നമുക്ക് കിട്ടിയ, അപ്പോൾ നമുക്ക് മാക്സിമം സ്ലോപ്പ് ഉള്ളിടത്തായിരിക്കും മാക്സിമം ആക്സിലറേഷൻ വരിക. അപ്പോൾ ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് dv/dt ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ 0 മുതൽ ആ ഒരു ട്രയാങ്കിളിൻ്റെ ആണ്, ആ ഒരു സ്ലോപ്പാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ, സോ ചേഞ്ച് ഇൻ സ്പീഡ് എന്ന് പറയുമ്പോൾ നമുക്ക് 0 to 10 ഡിവിഷൻ ബൈ ടൈം എന്ന് പറയുന്നത് 5 ആകുമ്പോൾ 2 ആയിട്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ആക്സിലറേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ ഹിയർ ദ ആൻസർ ഈസ് ബി ആണ്, ബി ചോയ്സ്. The following figure gives the movement of an object. Select the correct statement from the given choices. അപ്പോൾ നമ്മൾ ഫിഗർ ഒന്ന് ശ്രദ്ധിച്ച് നോക്കണം. കാരണം ആദ്യത്തെ ചോയ്സ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ടോട്ടൽ ഡിസ്റ്റൻസ് ആണ്. ആക്സിലറേഷൻ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം സ്ലോപ്പ് ഉള്ളത് നമുക്ക് തിരഞ്ഞെടുത്താൽ മതിയാവും. അപ്പോൾ നമുക്ക് ആദ്യം ഡിസ്റ്റൻസ് കാണണമെങ്കിൽ ഏരിയ കണ്ടുപിടിച്ചേ പറ്റും. അപ്പോൾ ആ ഏരിയ കണ്ടുപിടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് അതിനെ ഡിഫറൻറ്റ് സെക്ഷനുകളായിട്ട് തിരിക്കാം. ഇത് ഫസ്റ്റ് പാർട്ടായിട്ടിരിക്കട്ടെ, ദെൻ ഇത് സെക്കൻഡ് പാർട്ടായിട്ടിരിക്കട്ടെ. ഇത് ബേസ് ചെയ്തിട്ട് യെസ് ഇത് നമുക്ക് സെക്കൻഡ്, ഇത് 3, ഇത് 4 ആകട്ടെ, പിന്നെ ഇത് 5 ആയിരിക്കട്ടെ, ഇതുവരെ 6 ആകട്ടെ, 7 ആകട്ടെ. അപ്പോൾ നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ഏരിയ ഓഫ് ദ ഫസ്റ്റ് 1 +2 +3 +4 +5 6. അപ്പോൾ ശ്രദ്ധിച്ച് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ആഡ് ചെയ്യുക, വി ഗെറ്റ് ദ വാല്യൂ. അപ്പോൾ നമുക്ക് ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് എടുക്കുക. ദെൻ റെക്റ്റാങ്കിൾ വരുമ്പോൾ നമുക്ക് സൈഡിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എടുത്താൽ മതി, ഏരിയ കിട്ടും. വി ഗെറ്റ് ദ കറക്റ്റ് ആൻസർ ആസ് 975 മീറ്റർ. സോ എ ആസ് ദി ആൻസർ ഫോർ ദ ക്വസ്റ്റ്യൻ. ആക്സിലറേഷൻ വരുമ്പോൾ എങ്ങനെ കിട്ടുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. അത് ബേസ് ചെയ്തിട്ട് സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ മതിയാവും. പക്ഷേ ഇവിടെ ആൻസർ എ ആണ്. വി ക്യാൻ മൂവ് വിത്ത് ദ നെക്സ്റ്റ് വൺ. A good question is waiting. Look, two objects P and Q traveling in the same direction starts from rest. അപ്പോൾ റെസ്റ്റിൽ നിന്നാണ് അത് ആരംഭിക്കുക. അപ്പം ടൈം t = 0 വരുമ്പോൾ ദറ്റ് വെലോസിറ്റി ഓഫ് ദ P എന്ന് പറയുന്നത് 0 ആണ്. When the object P starts at time t = 0 and object Q starts later at t = 30 minutes, അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. The object P has an acceleration of, that is given as is equal to, so acceleration of P is 40 km/h². To catch P at a distance 20 km, the acceleration of Q should be. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് Qവിൻ്റെ ആക്സിലറേഷനാണ്. അപ്പോൾ ഈ ട്രാവൽ ചെയ്യേണ്ട ഡിസ്റ്റൻസ് എത്രയെന്നാണ് പറയുന്നത്, 20 കിലോമീറ്ററാണ് ആര് ട്രാവൽ ചെയ്തിരിക്കുന്നത്, പി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം എന്താണ് കണ്ടുപിടിക്കേണ്ടത്, സി. അപ്പോൾ പി റെസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, അവന് ആക്സിലറേഷൻ 40 km/h ഉണ്ട്, h² ഉണ്ട്, ട്രാവൽ ചെയ്യേണ്ട ഡിസ്റ്റൻസ് 20 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം 20 കിലോമീറ്റർ ട്രാവൽ ചെയ്യാൻ what is the time taken by P?
നമുക്ക് നമ്മുടെ ആക്സിലറേറ്റഡ് മോഷൻ ആയതുകൊണ്ട് എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ നമുക്ക് കൊടുക്കാം. ഇനിഷ്യൽ വെലോസിറ്റി 0 അല്ലേ. അങ്ങനെ വരുമ്പോൾ ടൈം എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 2s ഡിവിഷൻ ബൈ എ എന്ന് കിട്ടിയില്ലേ. നമുക്ക് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 ഇൻറ്റു എത്രയാണ് നമ്മുടെ ഡിസ്റ്റൻസ് 20 കിലോമീറ്റർ അല്ലേ. ആക്സിലറേഷൻ നമ്മുടെ പീരീഡ് എത്രയാണ് തന്നിരിക്കുന്നത് 40 അല്ലേ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് 1 ആണ് അല്ലേ. സോ 1 അവർ എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുക. പക്ഷെ നമ്മുടെ ക്യൂവിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഓൾറെഡി അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, എപ്പോഴാണ് ഈ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്, ആഫ്റ്റർ 30 minutes ആണ്. എന്ന് പറഞ്ഞാൽ അവൻ 20 കിലോമീറ്റർ എത്താനെടുക്കുന്ന സമയം എത്രയായിട്ട് നിജപ്പെടുത്തുന്നു. അപ്പം ടോട്ടലായിട്ട് 1 hour എടുക്കുമ്പോഴാണ്. അപ്പോൾ ക്യാച്ച് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും ക്യൂ ട്രാവൽ ചെയ്യുന്നത് ഹാഫ് അവറേ എടുക്കാൻ പാടുള്ളൂ, അനദർ 30 minutes എടുക്കാൻ പാടുള്ളൂ. അവൻ്റെ ആക്സിലറേഷനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പക്ഷേ നമുക്കറിയാം വീണ്ടും എസ് ഫോർ ക്യൂ എന്ന് പറയുന്നത് യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ അല്ലേ. യെസ്, ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. അപ്പോൾ അവിടെ ഇനിഷ്യൽ വെലോസിറ്റി വീണ്ടും ക്യൂവിന് 0 ആണ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആക്സിലറേഷൻ ഓഫ് ക്യൂ ആണ്. ആക്സിലറേഷൻ ഓഫ് ക്യൂ ആണ്. സോ ആക്സിലറേഷൻ ഓഫ് ക്യൂ എന്ന് പറയുന്നത് 2sq ഡിവിഷൻ ബൈ t1 സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ക്യൂൻ ട്രാവൽ ചെയ്യുന്നത് 20 കിലോമീറ്റർ അല്ലേ. ടൈം എന്ന് പറയുന്നത് ഇവിടെ 1/2 സ്ക്വയർ അല്ലേ. സോ 2 സ്ക്വയർ 4 അത് ന്യൂമറേറ്ററിലേക്ക് പോകത്തില്ലേ. 8 ഇൻറ്റു 2, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 160 കിലോമീറ്റർ പെർ അവർ സ്ക്വയർ. സോ വി ക്യാൻ സേ ഇസ് ദി ചോയ്സ് ഫോർ ദ ക്വസ്റ്റ്യൻ. ശ്രദ്ധിച്ച് ക്വസ്റ്റ്യൻ വായിച്ച് നമുക്കറിയാവുന്ന ഇക്വേഷനിലേക്ക് കൊടുത്താൽ വി ഗെറ്റ് ദ ആൻസർ. The graph which cannot possibly represent one-dimensional motion. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോയ്സാണ് സി ചോയ്സ്. നോക്കൂ, അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ടൈം എടുക്കുമ്പോൾ 2 പൊസിഷൻസ് അറ്റ് എ ടൈം അവിടെ പറയുകയാണ്. അതുകൊണ്ട് തന്നെ that motion is not possible. We can move with the next one, number 10. From a balloon moving upward with a velocity of 12 meter per second. അപ്പോൾ നമുക്ക് ഒരു ബലൂൺ മൂവ് ചെയ്യാണ്. സോ വി ക്യാൻ സേ അവൻ്റെ ഇപ്പോഴത്തെ വെലോസിറ്റി 12 meter per second ആണ്. എ പാക്കറ്റ് ഈസ് റിലീസ്ഡ് വെൻ ഇറ്റ് ഈസ് അറ്റ് എ ഹൈറ്റ് ഓഫ് 65 meter ഫ്രം ദ ഗ്രൗണ്ട്. അപ്പോൾ നമ്മുടെ ഗ്രൗണ്ടിൽ നിന്ന് നമ്മുടെ സെപ്പറേഷൻ എന്ന് പറയുന്നത് 65 meter ആണ്. അപ്പോഴാണ് അവിടെ നിന്ന് ഒരു പാക്കറ്റ് ഇടുന്നത്. നമുക്കറിയാം ഇനിഷ്യൽ വെലോസിറ്റി നമ്മുടെ ബലൂണിൻ്റെ തന്നെ ആയിരിക്കും. അപ്പോൾ ഇവൻ്റെ മോഷൻ എന്ന് പറയുന്നത് വെർട്ടിക്കലി അപ്വേർഡായിട്ട് പോകും. ഹൈസ്റ്റ് പൊസിഷനിൽ അവൻ്റെ വെലോസിറ്റി 0 ആകുമ്പോൾ അവൻ തിരിച്ച് റീട്ടേൺ ആകും. യെസ്, അപ്പോൾ ഇതാണ് അവൻ്റെ പിക്ചർ എന്ന് പറയുന്നത്. അവൻ്റെ മോഷൻ എന്ന് പറയുന്നത് അത് കൂട്ട് തരത്തിലാണ് ഇരിക്കുക. പക്ഷെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എത്ര സമയം എടുക്കുമെന്നാണ്. നമുക്കൊരു ഇക്വേഷൻ ഓഫ് മോഷൻ അവിടെ സെറ്റ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ അവൻ്റെ വിത്ത് റെസ്പെക്ട് ടു ഈ ഇനിഷ്യൽ പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അവന് കിട്ടിയ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് ഇതല്ലേ. വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് പോയിന്റ് അത് താപ്പോട്ടല്ലേ. അപ്പോൾ നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ റിലേഷൻ നമുക്കൊന്ന് എടുത്തേ. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് താഴോട്ടാവുമ്പോൾ നമുക്കത് -h എന്ന് നമുക്ക് കൊടുത്തൂടെ. യെസ്, ഇനിഷ്യൽ വെലോസിറ്റി ടൈം ആക്സലറേഷൻ നമുക്കറിയാം നെഗറ്റീവാണ്. സോ ഇതല്ലേ നമുക്ക് റിലവൻ്റ് ആയിട്ടുള്ള റിലേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ h എന്ന് പറയുന്നത് 65 ആണ്. ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗിവൻ ആസ് 12 ആണ്. ഇൻ എ ടൈം t. യെസ്, നമുക്കത് കണ്ടുപിടിക്കണം. G10 എന്നാണ് തന്നിരിക്കുക. 10/2 5 ആകുകയാണ്, t സ്ക്വയർ ആണ്. അപ്പോൾ ഇവരെ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോയാൽ 5t സ്ക്വയർ മൈനസ് 12t മൈനസ് 65 ഈക്വൽ ടു 0. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന കിട്ടിയ റിലേഷൻ. അപ്പോൾ ഇതിന് ഈ ഒരു ക്വാഡ്രാറ്റിക് ആണ്. ആ ക്വാഡ്രാറ്റിക് റിലേഷനെ നമുക്കൊന്ന് സോൾവ് ചെയ്താൽ ടൈമിന് നമുക്കപ്പോൾ എങ്ങനെ എക്സ്പ്രഷൻ കിട്ടും? മൈനസ് ബി എന്ന് പറയുമ്പോൾ അത് 12 ആയിട്ട് മാറി. പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ 12 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എ ഇൻറ്റു സി. സി എത്രയാ? -65
that division by 2 into a. That is equal to 12 plus or minus root of 144 plus minus minus avade plus ആയിട്ട് മാറുകയാണ്. Then 4 into 5 into 65. So 1300 division by 10. That is equal to 12 plus or minus root 1444 by 10. അപ്പോൾ റൂട്ട് ആ വാല്യൂ എന്ന് പറയുന്നത് 38 ആയിട്ട് മാറുകയാണ്. ഇപ്പോൾ പോസിറ്റീവ് വാല്യൂ നമ്മൾ എടുത്താൽ 12 പ്ലസ് 38 by 10 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 50 by 10. വി ഗെറ്റ് ദ വാല്യൂ ആസ് 5 സെക്കൻഡ് ആസ് ദി ആൻസർ. സോ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, ഓർത്തിരിക്കാൻ. നമ്പർ 11. A bus is moving with a velocity of 10 meter per second on a straight road. A scooter wishes to overtake the bus in 1 minute, in 60 seconds. If the bus is at a distance 1.2 kilometer ahead, അപ്പോൾ നമ്മുടെ സ്കൂട്ടറിസ്റ്റ് ഇവിടെ ഇരിക്കുകയാണ്, അപ്പോൾ ബസ് ഇവിടെയാണ്, അത് മൂവ് ചെയ്യുന്ന വെലോസിറ്റിയാണ് നമുക്ക് തന്നിരിക്കുന്നത് 10 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഇനിഷ്യൽ സെപ്പറേഷൻ എന്ന് പറയുന്നത് തന്നെ 1.2 കിലോമീറ്റർ ആണ്. സോ 1200 മീറ്റർ ആണ്. സി, അപ്പോൾ നമ്മുടെ സ്കൂട്ടറിസ്റ്റിനെ കവറപ്പ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ്? 1 മിനിറ്റ് കൊണ്ട്, അപ്പോൾ 1 മിനിറ്റ് കൊണ്ട് 10 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ബസ് കുറച്ചധികം ഡിസ്റ്റൻസ് കൂടി ട്രാവൽ ചെയ്യും. അതോടൊപ്പം ഇനിഷ്യലിയുള്ള 1200 കവറപ്പ് ചെയ്യണം. അപ്പോൾ ടോട്ടലി കവറപ്പ് ചെയ്യേണ്ടത് 1200 പ്ലസ് ബസ് 10 മീറ്റർ പെർ സെക്കൻഡ് കൊണ്ട് 60 സെക്കൻഡിൽ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ്. ഇത്രയും നമ്മുടെ സ്കൂട്ടറിസ്റ്റ് എത്ര ടൈം കൊണ്ട് ട്രാവൽ ചെയ്യണം? 1 മിനിറ്റ്. സോ ദ വെലോസിറ്റി ഓഫ് ദ സ്കൂട്ടറിസ്റ്റ് ഇൻറ്റു 60. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രസൻറ്റിലുള്ള ഇക്വേഷൻ. അപ്പോൾ നമുക്കൊന്ന് കറക്റ്റ് ചെയ്താൽ 60 into 10, 600 plus 1200. So 1800 എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ദ സ്കൂട്ടറിസ്റ്റ് ഇൻറ്റു 60. സോ 180 by 6. So 180 by 6 നമുക്ക് എടുക്കുമ്പോൾ we get the value. So Vs is equal to 180 by 6. So we get the answer as 30 meter per second. That means we get the answer as E choice. So we can move with the next one. Number 12. If the displacement of a body varies as the square of elapsed time, so x proportional to t square ആണെങ്കിൽ, ഇപ്പോൾ നമുക്ക് വെലോസിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി അല്ലേ? അപ്പോൾ നമുക്ക് 2t ആയിട്ട് കിട്ടും. യെസ്. അപ്പോൾ വെലോസിറ്റി കോൺസ്റ്റൻ്റ് എന്നാണ് ഈ പറയുന്നത്. അല്ല, വെലോസിറ്റി വേരിയസ് നോൺ യൂണിഫോംലി. അല്ല, വെലോസിറ്റി ടൈമുമായിട്ട് അപ്പോൾ യൂണിഫോംലി വ്യത്യാസപ്പെടുകയാണ്. ആക്സിലറേഷൻ ഈസ് കോൺസ്റ്റൻറ്റ്. സോ ഒരു പ്രാവശ്യം കൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ അത് 2 എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് അത് മാറുകയാണ് അല്ലേ? സോ വി ക്യാൻ ഈസിലി സേ ഫോർ ദാറ്റ് 12th question C as the answer. Good. Then we can move with the question number 13. A ball dropped from a point A falls down vertically to C through the midpoint B. അപ്പോൾ മിഡ് പോയിന്റ് ബി എന്നാണ് പറയുക. അപ്പോൾ എയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, സിയിലൂടെ പോവുകയാണ്. സോറി, സിയിലാണ് എത്തേണ്ടത്. അത് ബി എന്ന് പറയുന്ന മിഡ് പോയിന്റിലൂടെ പോയി. സോ ഇറ്റ്സ് എ ഡ്രോപ്ഡ് ബോഡി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇനിഷ്യൽ വെലോസിറ്റി 0 ആണ്. ദ ഡിസെൻഡിങ് ടൈം ഫ്രം, അപ്പം ഇത് മുതൽ ഇതുവരെയുള്ളത് നമുക്കത് T1 ടൈമായിട്ട് നമുക്ക് എടുക്കാം. ആൻഡ് ഫ്രം എ ടു സി എന്ന് പറയുമ്പോൾ എയിൽ നിന്ന് ഇതുവരെയുള്ളത് T2. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്, ഇപ്പോൾ ഇത് H ആണെന്നിരിക്കട്ടെ, ഇത് H സെപ്പറേഷൻ ആണെന്നിരിക്കട്ടെ, മിഡ് പോയിന്റ് എന്നല്ലേ നമ്മളോട് പറയാം. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് നമുക്ക് ഇക്വേഷൻ എഴുതിയാൽ നമുക്കറിയാം S is equal to ut plus half a t square അല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ഡ്രോപ്ഡ് ബോഡി വരുമ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി നമുക്ക് അവിടെ 0 അല്ലേ? അപ്പോൾ നമുക്ക് ടൈം എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? √2s ഡിവിഷൻ ബൈ ആക്സിലറേഷൻ അല്ലേ?
സോ അതല്ലേ നമുക്ക് ഫണ്ടമെൻ്റലി കിട്ടുക. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2h ഡിവിഷൻ ബൈ എ ആക്സിലറേഷൻ g ആണ് അല്ലേ. അതാണ് നമുക്ക് ഫസ്റ്റ് കേസായിട്ട് നമുക്ക് പറയാൻ പറ്റുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ കേസിൽ നമുക്ക് എങ്ങനെ ടൈം എടുക്കാൻ പറ്റും? ഇവിടെ അപ്പോൾ ട്രാവൽ ചെയ്യുന്ന ഹൈറ്റ് എന്ന് പറയുന്നത് എസ് എത്രയായിട്ട് മാറി? 2h ആയിട്ട് മാറിയില്ലേ? ദാറ്റ് ഡിവിഷൻ ബൈ ജി അല്ലേ എന്ന് പറയുമ്പോൾ അത് റൂട്ട് 2 ടൈംസ് റൂട്ട് 2h ബൈ ജി ആയിട്ട് മാറിയില്ലേ? അങ്ങനെ വരുമ്പോൾ നമുക്ക് T1 ബൈ T2 അല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ബൈ റൂട്ട് 2 ആയിട്ട് മാറി. സോ വി ഗെറ്റ് ദ ആൻസർ ആസ് ഡി ചോയ്സ്. So we can move with the next one, number 14. A ball is dropped from the top of a tower of height 100 meter. Yes. നമ്മൾ ഇനിഷ്യൽ കേസിൽ ഇവിടെ നിന്ന് ഡ്രോപ്പ് ചെയ്തു എന്നാണ് പറയുക. നമുക്കതിനെ ഫസ്റ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. And at the same time another ball is projected vertically upward from the ground with a velocity as a 25 meter per second. നമുക്കതിനെ സേ 2 എന്ന് നമുക്ക് ഡിനോട്ട് ചെയ്യാം. Then the distance from the top of the tower at which the two balls meet is. അപ്പോൾ അവർ തമ്മിൽ ഒരുമിച്ച് തരുന്ന സമയം എന്താണ്? അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. സേ എക്സ് എന്ന് പറയുന്ന ഒരു സെപ്പറേഷനിൽ വെച്ചാണ് ഒരുമിച്ച് ചേരുന്നതെങ്കിൽ ഒന്നാമത്തെ ബോഡി എക്സ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുമ്പോൾ രണ്ടാമത്തെ ബോഡി മേപ്പോട്ട് ട്രാവൽ ചെയ്തത് ഇവൻ്റെ ടോട്ടൽ ഹൈറ്റ് 100 എന്ന് പറയുന്നത് കൊണ്ട് 100 - x ആയിരിക്കും അല്ലേ. ടി സമയം കഴിഞ്ഞാണ് ഒരുമിച്ച് ചേരുന്നതെങ്കിൽ ആദ്യത്തെ ബോഡി ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ½ g × t² അല്ലേ. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ബോഡി എന്തായിരിക്കും? നമുക്ക് സിമ്പിളായിട്ട് അറിയാം. s = ut + ½ t² എന്നല്ലേ നമ്മൾ പറയാം. അപ്പോൾ മേപ്പോട്ട് നമ്മൾ എറിഞ്ഞ ആളുടെ അവിടുത്തെ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് 100 - x അല്ലേ. ഇനിഷ്യൽ വെലോസിറ്റി നമുക്ക് തന്നിട്ടില്ലേ? 25 × t അല്ലേ, -½ g × t² അല്ലേ. പക്ഷേ ½ g × t² എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്നത് x എന്നല്ലേ. അപ്പോൾ 100 - x അല്ലേ ആ വാല്യൂ. x ക്യാൻസൽ ആയില്ലേ. അപ്പോൾ ടൈം എന്ന് പറയുന്നത് 100/25 ആയി മാറിയില്ലേ. എന്ന് പറയുമ്പോൾ വി ഗെറ്റ് ദ വാല്യൂ ആസ് 4 seconds. അപ്പോൾ 4 seconds കഴിഞ്ഞതിന് ശേഷമാണ് ഒരുമിച്ച് ചേരുന്നത്. പക്ഷെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡിസ്റ്റൻസ് ഫ്രം ദ ടോപ്പ് ഓഫ് ദ ടവർ അല്ലേ. അപ്പോൾ എക്സ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്. സോ ½ × g × t², 4² അല്ലേ. സോ 5 × that 4.9 × 16. We get the value as 78.4 meter. So that means E is the answer. We can move with the question number 15. The ratio of distances traversed in successive intervals of time when a body falls freely under gravity from certain height is. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. സക്സസീവ് ഈക്വൽ ഇൻ്റർവൽസ് എന്നൊരു കൺസെപ്റ്റ് വരുമ്പോൾ നമുക്ക് ഇറ്റ് ഈസ് ഗുഡ് നമുക്ക് സോൾവ് ചെയ്യുന്നത് ഈ തരത്തിൽ ചിന്തിച്ചാൽ വളരെ എളുപ്പമായിരിക്കും. എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സെക്കൻഡ്, സെക്കൻഡ്, തേർഡ് സെക്കൻഡ്, ഫോർത്ത് സെക്കൻഡ് എന്ന് വെച്ചാൽ nth സെക്കൻഡിൽ ട്രാവൽ ചെയ്യുന്ന ഹൈറ്റ്. അപ്പോൾ നമുക്കത് സിമ്പിളായിട്ട് ആക്സിലറേറ്റഡ് മോഷനിൽ എഴുതാം. ഇറ്റ് ഈസ് ഈക്വൽ ടു u + a/2 × 2n - 1 എന്ന് പറയുമ്പോൾ പല കേസസ് ആയിട്ട് നമുക്ക് എടുക്കുമ്പോൾ ഫോർ ദ ഡിസ്റ്റൻസസ് s1/s2, s1:s2:s3 എന്നുള്ള റേഷ്യോ നമ്മൾ എടുക്കുമ്പോൾ അത് 2n1 - 1 × 2n2 - 1 × 2n3 - 1 എന്ന് നമുക്ക് എടുക്കാം. ഫസ്റ്റ് സെക്കൻഡ് കൊടുക്കുമ്പോൾ 2 - 1 1, n2 കൊടുക്കുമ്പോൾ 4 - 1 3, then 3 കൊടുക്കുമ്പോൾ 6 - 1 5. സോ 1:3:5. ഇപ്പോൾ നമ്മൾ ഏത് ഇൻ്റർവെൽ കൊടുത്താലും ആ ഒരു സ്പെസിഫിക് കേസ് വരുമ്പോൾ നമുക്ക് അങ്ങനെ തന്നെ കിട്ടും. സോ വി ഗെറ്റ് ദ ആൻസർ ആസ് C as the choice. സോ ഡിയർ സ്റ്റുഡൻസ്, നമുക്ക് മിനിമം 2 ക്വസ്റ്റ്യൻസിലധികം ചില വർഷങ്ങളിൽ 3 ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ട്രൈ ടു ഡു മാക്സിമം MCQs. Take care. God bless you.